ആദ്യം തന്നെ കാണിച്ചത് ഒരു ഗണപതിയുടെ വിഗ്രഹമാണ്. ഈ ഗണപതിയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയാനോ ഒരു ശാസ്ത്ര. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആള് പറഞ്ഞ കുട്ടികളിലൊരു സത്വബോധമുണ്ടാകണം. അതായത് ഹിന്ദു സമൂഹം എന്തിനാണ് ഉണരുന്നത്? രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. യോഗക്ഷേമം വഹാമ്യം. ഈ ശ്ലോകം നിങ്ങൾ ഗീതയിൽ നിന്നും പഠിക്കണം. അനന്യ ചിന്തയന്തോ മാം. ബാക്കി പറയൂ. എന്റെ കാത് പെട്ടെന്ന് നിന്നുപോയി. എത്ര പേർക്ക് അറിയാമത്? ഈ ഉറക്കെ പറയും എല്ലാവരും ചൊല്ലു. നാല്. അനന്യ ചിന്തയന്തോ മാം. നോക്കൂ, നമ്മൾ ഗീതയൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പടപട എന്നോട് പറയുന്നു. അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം വിദ്യാഭ്യുക്താനാം യോഗക്ഷേമം വഹാമി. ഹിന്ദുവിന് വലിയ പുസ്തകമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വ്രതങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ വ്രതങ്ങൾ പകല് വ്രതം എടുത്താൽ സന്ധ്യയ്ക്ക് മുമ്പ്, അല്ലെ? സന്ധ്യയ്ക്ക് പാരണ ചെയ്ത് കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മീൻസ് ആ ഒരു 7 മണിക്ക് 8 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ നമ്മൾ രാത്രി അർദ്ധരാത്രി ഒരിക്കലും ഭക്ഷണം കഴിക്കുക. ഏർലി മോർണിംഗ് പുലർച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിച്ചാൽ സിസ്റ്റം മുഴുവൻ താളം തെറ്റുന്നതാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ആയുർവേദ വിധിപ്രകാരം ഒരു പ്രകൃതിയുടെ തലത്തിൽ നോക്കുമ്പോൾ ഇതൊന്നും വിധിപ്രകാരമുള്ള ആഹാര രീതികളല്ല. ആണോ അല്ലയോ? പക്ഷെ ഇതൊക്കെ നമ്മുടെ ഹിന്ദുക്കൾ തെറ്റിദ്ധരിക്കുക. ഇതെന്തോ കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ സംസ്കൃതിയെ വേണ്ട വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വിഷ്ണു സഹസ്രനാമവും വേണം, ഗീതയും വേണം. പല ചോദ്യങ്ങൾക്കും അവർക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടാവുകയാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടാവാനാണ് അനുഷ്ഠാനങ്ങൾ. അത് ഒന്നിച്ചുകൊണ്ടുള്ള ഒരു അനുഷ്ഠാനമാകുമ്പോൾ അതിന്റെ ശക്തിയും തീവ്രതയും വളരെ കൂടുതലായിരിക്കും. നമുക്ക് ക്ഷേത്രം എന്തിനാ തന്നിരിക്കുന്നത്? ക്ഷേത്രം എന്ന വാക്കിന് തന്നെ അർത്ഥം നിങ്ങൾ കേട്ടില്ലേ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടെന്നാണ്. പണ്ട് ഗണിതത്തിന് ക്ഷേത്രം എന്ന് പറയും. എന്താ പറയാ? കലാക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടോ? കർമ്മക്ഷേത്രം, ധർമ്മക്ഷേത്രം. ഇപ്പൊ ക്ഷേത്രം എന്നുള്ള വാക്കിന് കേവലം അമ്പലം എന്ന് മാത്രമല്ല, ക്ഷേത്രം എന്ന വാക്കിന് എല്ലാവരുടെയും സഹവർത്തിത്വത്തിന്റെ കേന്ദ്രം. ഇപ്പൊ നമുക്ക് ലക്ഷം ദീപങ്ങൾ ഒന്നിച്ച് കത്തിക്കുക, അല്ലെ? അല്ലെങ്കിൽ ഒരിടത്ത് കത്തിക്കുക, ആണോ? അത് എന്നതുപോലെ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നാമജപങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ശക്തി വളരെ കൂടുതലായിരിക്കും. അപ്പൊ മനുഷ്യർക്ക് രണ്ട് കാര്യങ്ങളും കിട്ടും. ഏതൊക്കെയാണ്? യോഗവും കിട്ടും, ക്ഷേമവും കിട്ടും. എന്താ യോഗക്ഷേമം? ഭൗതികമായ ഉയർച്ചയും ഉണ്ടാകും, മാനസികമായ ഒരു ശക്തിയും ഉയർച്ചയും ഉണ്ടാകും. മനുഷ്യന് ഭൗതികം മാത്രം പോരാ, മനുഷ്യന് ഏത് കൂടെ വേണം? മാനസികവും കൂടി വേണം. ഭൗതികം മാത്രമാണെങ്കിൽ അത് നഷ്ടപ്പെടാൻ കാലം വിചാരിച്ചാൽ മതി. ഇപ്പൊ കണ്ടില്ലേ, 2 ദിവസം മുമ്പ് മ്യാൻമറിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളാണ് തായ്ലൻഡിലൊക്കെ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായി നിലം പതിക്കുന്നതൊക്കെ കണ്ടില്ലേ നിങ്ങള്? പ്രകൃതിക്ക് അത് നശിപ്പിക്കാൻ കേവലം മിനിറ്റുകളെ വേണ്ടു, അല്ലെ? 8.1 എന്ന ഒരു സ്കെയിലില്, റിച്ചാർഡ് സ്കെയിലില് ഒന്ന് കുലുങ്ങിക്കഴിഞ്ഞാൽ തകരുന്നതുള്ളൂ നമ്മുടെ ബിൽഡിംഗ്. കാരണം നമ്മുടെയൊക്കെ ഇപ്പൊ ഇവിടുന്ന് കിട്ടുന്ന കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ, റിച്ചാർഡ് സ്കെയിലിൽ 7 വരെ ഇളകി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റും. 7-നപ്പുറത്തേക്ക് പോയാൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നമ്മുടെ കെട്ടിടങ്ങൾക്ക്, കെട്ടിടം നിർമ്മിക്കുന്ന ആളുകൂടി ഇരിക്കുന്നുണ്ട്. ചോദിച്ചു നോക്കും നിങ്ങൾ, സാധ്യമല്ല. കാരണം നമ്മുടെ ടെക്നോളജി അത്രയും നമ്മൾ അതിൽ എക്സ്പെൻസീവ് ആണ്, അത്രയും കൂടുതൽ നമ്മൾ കെട്ടിടം ഉണ്ടാക്കാൻ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതൊക്കെ പ്രകൃതിയുടെ ഒരു കഴിവോട് കൂടിയിട്ടാണ് ഇവിടെ നിലനിൽക്കാൻ സാധിക്കുന്നത്, ആണോ? അപ്പൊ പ്രകൃതിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഭൗതികം മാത്രം പോരാ, പ്രതിസന്ധികളെ നേരിടാനുള്ള മനോബലവും ഉണ്ടാവണം, കൂട്ടായ്മകൾ ഉണ്ടാവണം, ഐക്യം ഉണ്ടാവണം. വേണ്ടേ? അതിനെന്ത് വേണം? നമ്മൾ അനുഷ്ഠാനമുള്ളവരാവണം. 2, ഒന്നിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യണം. ഒന്നിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ലക്ഷദ്വീപം ചെയ്യുന്നു, ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു, ഒന്നിച്ചുള്ള കർമ്മങ്ങൾ. ഈ ഒന്നിച്ചുള്ള കർമ്മങ്ങളാണ് പ്രതിരോധമാകുന്നത്. മറ്റു മതങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വിമർശനങ്ങളെ, പ്രതിഷേധങ്ങളെ അല്ലെങ്കിൽ പരിഹാസങ്ങളെയൊക്കെ നേരിടാൻ ഒന്നിച്ചുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് സാധിക്കും. ഈ വിഷ്ണുവിന്റെ കയ്യിൽ ഗദയുണ്ട്. ഗദ ഒരു ആയുധമാണ്, അല്ലെ? ആണോ?
അത് ഒറ്റയ്ക്ക് ഒരു വ്യക്തി ഉപയോഗിക്കുന്നതല്ല, അതൊരു യുദ്ധത്തിന്റെ ഭാഗമാണ്. ആണോ? ഒരു യുദ്ധത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടെ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതൊരു പ്രതിരോധമായി മാറും. കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വെല്ലുവിളികൾ നേരിടാൻ കൂട്ടായ്മകൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ കൊണ്ടുവരണം. പിന്നെ ഈ വെക്കേഷനാണ് വരാൻ പോകുന്നത്. ഏപ്രിൽ മെയ് മാസം 2 മാസം നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളിലേക്ക് ഈ ഒരു സംസ്കാരം കൊണ്ടുവരാൻ, ക്ഷേത്രങ്ങളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ, വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഗീതയും ഒന്നും കുട്ടികളിൽ പഠിപ്പിച്ചെടുക്കാൻ നമ്മൾ ഈ ക്ഷേത്രങ്ങളെ, സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളും, വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കും. ലോകത്തിന് ഇന്ന് ഹിന്ദുമതത്തെ ആവശ്യമാണ്. എന്തിനാണെന്നറിയോ? കാരണം ലോകത്തിന്റെ മുന്നിൽ ഹിന്ദുമതം പഠിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്. താമരപ്പൂവാണ് അടുത്തത്, അല്ലേ? അല്ലേ? താമരപ്പൂവല്ലേ? താമരപ്പൂ അത് സൂര്യന്റെ കിരണം തട്ടുമ്പോൾ വിടരുന്നു, ഉണരുന്നു, വിടരുന്നു. ഈ ലോകത്തിനുള്ള സന്ദേശം അതാണ്, ഉത്തിഷ്ഠത. എല്ലാവരെയും താമരപ്പൂ വെള്ളത്തിനേക്കാളും മുകളിലേക്കൊന്ന് ഉയരും. ഉണ്ടോ? പിന്നെ അത് വിടരും. ഉണ്ടോ ഇല്ലയോ? വെള്ളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ വെള്ളത്തിൽ നിന്നൊന്ന് ഉയരുകയും വിടരുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ലോകത്തിൽ നമുക്കൊക്കെ വേണ്ടത്. എല്ലാവരും എന്ത് ചെയ്യണം? അവരുടെ സാമ്പത്തിക അവസ്ഥയിൽ ഉയരണം. മനസ്സിലായില്ലേ? എല്ലാവരും ഒന്ന് ഉയരണം, എല്ലാവരും വിടരണം. വിടരണം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ മനസ്സ് വിശാലമാവണം. എല്ലാവരും ഒരു പരസ്പര സ്നേഹവും ഐക്യവും ഒത്തൊരുമയും ഉള്ളവരാവണം. നോക്കൂ, നിങ്ങൾ മനുഷ്യൻ ഇത്രയല്ലേ വേണ്ടു? സ്നേഹമുള്ളൊരു സമൂഹം, പരസ്പരം മിണ്ടിപ്പറയുന്ന ഒരു സമൂഹം, പരസ്പരം ഐക്യമുള്ളൊരു സമൂഹം. ആണോ? പരസ്പരം ഒരു സഹായിക്കുന്ന ഒരു സമൂഹം. ആണോ? അല്ലയോ? വേറെന്താ മനുഷ്യന് വേണ്ടി പറയും? നിങ്ങൾ നമുക്ക് കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ തന്നെ